കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകരെ പുറത്തു നിർത്തിയതിൽ പ്രതിഷേധം. റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ശരിയായ നടപടിയല്ലെന്ന് പ്രസ് ഫോറം ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. നഗരസഭയുടെ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച രാവിലെ വളരെ നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകർ പുതിയകോട്ടയിലെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ എത്തിയിരുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി റിട്ടേണിംഗ് ഓഫീസർമാർ, കൌൺസിലർമാർ ഒഴികെയുള്ള മറ്റെല്ലാവരും പുറത്തുപോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. നിർദ്ദേശം പാർട്ടി നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ള മറ്റുള്ളവർക്കായിരിക്കാം എന്ന് കരുതി ആദ്യമാരും പുറത്തിറങ്ങിയില്ല. ഇതേ തുടർന്ന് പിന്നീട് വീണ്ടും മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ എല്ലാവരും പുറത്തിറങ്ങുകയായിരുന്നു. റിട്ടേണിംഗ് ഓഫീസറുടെ ഈ നടപടിയിൽ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഓപ്പൺ വോട്ടായി നടക്കുന്ന നടപടിക്രമങ്ങളിൽ ഇങ്ങനെ മാധ്യമങ്ങളെ മാറ്റി നിർത്തിയത് ശരിയായ നടപടിയല്ല എന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയ നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. റിട്ടേണിംഗ് ഓഫീസർ ഇത്തരത്തിലൊരു പെരുമാറ്റം കാഞ്ഞങ്ങാട് മാധ്യമപ്രവർത്തകരെ ഏറെ വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മാധ്യമപ്രവർത്തകരെ ഹാളിൽ ക്ഷണിച്ചപ്പോൾ കാഞ്ഞങ്ങാട് പുറത്താക്കുമായിരുന്നു. മുൻകാലങ്ങളിൽ കാഞ്ഞങ്ങാട് പത്രപ്രവർത്തകരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ഷണിച്ചിരുന്നു. ഇതാദ്യമായിട്ടാണ് കാഞ്ഞങ്ങാട് ഇതുപോലത്തെ ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ ധിക്കാരമായ നടപടി ഉണ്ടായത്. ഇതിൽ അങ്ങേയറ്റം പ്രതിഷേധിക്കുന്നു. 1.5 മണിക്കൂറോളം നേരമാണ് ഇവരെല്ലാവരും പുറത്ത് കാത്തുനിന്നത്. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് വിളിച്ചെങ്കിലും ആരും പോകാൻ കൂട്ടാക്കിയില്ല. അധികം വൈകാതെ തന്നെ ഇവരെല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.